നമസ്കാരം. 4 ദിവസം ഒരേ വിലയിൽ തുടർന്ന സ്വർണ്ണവില ഇന്ന് മുന്നേറിയിരിക്കുകയാണ്. നേരിയ കുതിപ്പ് മാത്രമാണ് എന്നത് ഉപഭോക്താക്കൾക്ക് ആശ്വാസകരമായ വാർത്തയാണ് സമ്മാനിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലെ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിൽ വില കുറയാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ആഗോള വിപണിയിൽ സ്വർണം നേരിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് കേരളത്തിൽ കണ്ടത്. ഡോളർ സൂചിക അല്പം ഇടിങ്ങിയ ശേഷം മുന്നേറ്റം തുടങ്ങി എന്നതാണ് വിപണിയിൽ നിന്നുള്ള മറ്റൊരു വിവരം. ഡോളർ കരുത്ത് കൂട്ടിയാൽ സ്വർണ്ണവില കുറയേണ്ടതാണ് സാധാരണ. അതേസമയം രൂപയുടെ മൂല്യത്തിൽ നാമമാത്രമായ മുന്നേറ്റം പ്രകടമായി എങ്കിലും പിന്നീട് ഇടിയുകയായിരുന്നു. വലിയ തോതിലുള്ള തിരിച്ചുവരവ് രൂപ സമീപ ദിവസങ്ങളിൽ നടത്തിയേക്കില്ല. രൂപ കരുത്ത് വർദ്ധിപ്പിച്ചാലും സ്വർണ്ണവില കുറയും. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തിയ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ ഇന്ന് ഇടിഞ്ഞിട്ടുണ്ട്. US കടപ്പത്രങ്ങളിലേക്ക് കൂടുതൽ പേർ തിരിഞ്ഞതാണ് ബിറ്റ്കോയിൻ വില ഇടിയാൻ കാരണമായത്. $96,000 എന്ന നിരക്കിലേക്ക് ബിറ്റ്കോയിൻ താഴെ വീഴുകയായിരുന്നു. അതേസമയം കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റങ്ങളൊന്നുമില്ല. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 10 രൂപയുടെ വർധനവാണ് ഇന്ന്, അതായത് ജനുവരി മാസം 8-ാം തീയതി കേരളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ വില 7,225 രൂപയിലെത്തിയിട്ടുണ്ട്. ഗ്രാമിന് പവൻ വില 57,800 രൂപയും ആയിട്ടുണ്ട്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 5 രൂപ വർദ്ധിച്ച 5,965 രൂപയിലും എത്തിയിട്ടുണ്ട്. വെള്ളിയുടെ വില ഗ്രാമിന് 97 രൂപ എന്ന നിരക്കിൽ തുടരുകയാണ്. ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് $2,647 പുതിയ നിരക്ക്. ഡോളർ സൂചിക 108.62 എന്ന നിരക്കിലേക്ക് കുതിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്ത്യൻ രൂപ തകർന്നടിയുകയായിരുന്നു. 85.83 എന്ന നിരക്കിലാണ് രൂപയുള്ളത്. വ്യാപാരം തുടരുന്നതിനാൽ തന്നെ ഇനിയും രൂപ താഴോട്ട് പോയേക്കും. ഈ വർഷം ഡോളറിനെതിരെ 92 എന്ന നിരക്കിലേക്ക് രൂപ തകരും എന്നാണ് പ്രവചനം. അങ്ങനെ വരികയാണെങ്കിൽ വിപണിയിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഡോളർ കരുത്ത് കൂട്ടിയാൽ മറ്റ് കറൻസികളുടെ മൂല്യം താഴുകയും അവ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നത് കുറയുകയും ചെയ്യും. എല്ലാ രാജ്യങ്ങളും അവരുടെ കേന്ദ്ര ബാങ്കുകൾ മുഖേനയാണ് സ്വർണം വാങ്ങി കരുതൽ ധനമായി സൂക്ഷിക്കുക. കഴിഞ്ഞ മാസം ചൈന 10 ടൺ സ്വർണം വാങ്ങി എന്നാണ് വിവരം. ഇന്ത്യയും വൻതോതിൽ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് കരുത്ത് പകരും എന്നാണ് പ്രതീക്ഷ. അതേസമയം ക്രൂഡ് ഓയിൽ വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രൻ ക്രൂഡ് ബാരലിന് $77 പിന്നിട്ടിട്ടുണ്ട്. UAE-യുടെ മർബൻ ക്രൂഡിനും 77 കടന്നിട്ടുണ്ട്. അമേരിക്കയുടെ WTI ക്രൂഡ് ബാരലിന് $74 വില. ക്രൂഡ് ഓയിൽ വില കൂടുന്നത് ഇറക്കുമതി രാജ്യമായ ഇന്ത്യക്ക് തിരിച്ചടി കൂടിയാണ്. അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിക്കാനും സാധാരണക്കാർ പ്രതിസന്ധിയിലാകാനും ഇത് കാരണമാകുന്നതാണ്.